ബുദ്ധി ഉണ്ടാവണമെന്നില്ല. ബുദ്ധി ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാലും മതി. അതിനൊരു വഴിയുണ്ട്. മറ്റുള്ളവർ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഉദാഹരണത്തിന്, എനിക്ക് ഈ തോട് കിടക്കണമെന്ന് വിചാരിക്ക്. ഞാൻ പാലത്തിലൂടെ പോകുമെന്നല്ലേ താൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ ഇങ്ങനെ തോട്ടിൽ ചാടി നീന്തും. താൻ അത് പ്രതീക്ഷിച്ചോ? ഇല്ലല്ലോ. ഇനി ഞാൻ മാവിന്റെ കൊമ്പ് നന്നായി കുലുക്കുന്നു, മാങ്ങ വീഴുന്നു. അപ്പോൾ താൻ വിചാരിക്കും ഞാൻ മാങ്ങ എടുത്ത് തിന്നുമെന്ന്. പക്ഷെ ഞാൻ മാങ്ങായെ ഒരു പുച്ഛത്തോടെ ഇങ്ങനെ നോക്കും, എന്നിട്ട് വെറുതെ അങ്ങ് തിരിച്ചു നടക്കും. താനത് പ്രതീക്ഷിച്ചോ? ഇല്ലല്ലോ. അതുപോലെ വലിയൊരു പാമ്പിനെ കണ്ടാൽ നമ്മൾ പേടിച്ചോടരുത്, പൊട്ടിച്ചിരിക്കണം. പാമ്പ് അത് പ്രതീക്ഷിക്കുമോ? ഇല്ലല്ലോ. ദേഷ്യമുള്ളവരെ കണ്ടാൽ നമ്മൾ സ്നേഹത്തോടെ പെരുമാറണം. അവരത് പ്രതീക്ഷിക്കുമോ? ഇല്ല. ചുരുക്കത്തിൽ മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നതൊന്നും നമ്മൾ ചെയ്യരുത്. മണ്ടന്മാർ ഇതൊക്കെ കണ്ട് വിശ്വസിച്ചോളും. നമ്മളെ അവര് ബഹുമാനിക്കും. എന്നെ പോലെ ശരിക്കും ബുദ്ധിയുള്ളവർക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ താൻ വേണേ പരീക്ഷിച്ചു നോക്ക്. സൂത്ര, ഞാൻ പരീക്ഷിച്ചു നോക്കി. ഹിഹി. എന്നിട്ട് വഴിക്ക് കടിയൻ ചേട്ടനെ കണ്ടു. ഞാൻ തൊഴുത് ബഹുമാനിക്കുമെന്നല്ലേ മൂപ്പര് പ്രതീക്ഷിച്ചത്. എന്താ കാര്യമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചിട്ട് ഇവിടെ വാടാ എന്ന് പറഞ്ഞു. അങ്ങേരെ അത് പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് ബുദ്ധിമാനാവാനുള്ള വിദ്യയാണെന്ന് ഞാൻ പറഞ്ഞു. താൻ പറഞ്ഞു തന്നാണെന്നും പറഞ്ഞു. പക്ഷെ മൂപ്പര് നമ്മൾ വിചാരിച്ചതുപോലെ അല്ല സൂത്ര. ബുദ്ധിയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്തതാ മൂപ്പരും ചെയ്തത്. ഇവിടെ വാടാന്ന് ഞാൻ പറഞ്ഞെങ്കിലും അങ്ങേരെ എന്റെ പിന്നാലെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അയ്യോ കടിയൻ ചേട്ടൻ, എന്നെ ചീത്ത വിളിക്കാൻ ഈ മണ്ടനെ പറഞ്ഞയച്ചത് നീയാണല്ലേ? എന്റെ കാട്ടുമുത്തപ്പാ, ഇതും ഞാൻ പ്രതീക്ഷിച്ചില്ല സൂത്ര. ഒറ്റ ഇരിപ്പിനെ തനിക്ക് എത്ര മുയലിനെ തിന്നാൻ പറ്റും? ഒറ്റ ഇരിപ്പിനെ 3 മുയലിനെ തിന്നാം. അത് കഴിഞ്ഞാൽ ഇരിപ്പല്ല, കിടപ്പാകും. തനിക്ക് 3 എണ്ണം തിന്നാമെങ്കിൽ കടിയനും അത്രയല്ലേ തിന്നു. അതെ. എന്താ? ഒരു ഉഗ്രൻ ഐഡിയ. നമുക്ക് മുയലുകളുടെ കുടുംബസംഗമം നടത്താമടോ. കുടുംബസംഗമോ? അതെന്താ? ഈ കാട്ടിലെ മുയൽ കുടുംബങ്ങളെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ചു കൂട്ടുന്ന പരിപാടി. എന്നിട്ടൊരു സമ്മേളനം നടത്തുന്നു കടിയന്റെ അധ്യക്ഷതയിൽ. യോഗത്തിൽ പങ്കെടുക്കുന്നില്ലെന്ന് പറയുന്നവരെ കടിയൻ കടിച്ചു കീറുമെന്ന് ഭീഷണിപ്പെടുത്തണം. പങ്കെടുക്കാമെന്ന് പറഞ്ഞാലോ? അവരെ യോഗത്തിൽ വന്നതിന് ശേഷം കടിച്ചു കീറും. ഹിഹിഹി. കടിയൻ 3 എണ്ണത്തിനെ തട്ടിയാലും ബാക്കി നമുക്ക് കിട്ടുമടോ. അയ്യടാ, എങ്കിൽ വാ, കടിയനെ കണ്ട് കാര്യം പറയാം. പക്ഷേ ഈ കുടുംബയോഗം നടത്തിയിട്ട് അവർക്കെന്ത് കിട്ടാനാ? ചെറിയ ജീവികളാ കുടുംബയോഗം നടത്തേണ്ടത്. അവരെ എണ്ണത്തിൽ കൂടുതലല്ലേ? എണ്ണത്തിൽ കൂടുതലുള്ളവർ തമ്മിൽ പരിചയപ്പെടാൻ ഒരു യോഗം വിളിച്ചു കൂട്ടേണ്ടി വരുമെന്ന് നമുക്ക് പറയാം. എന്നിട്ടും വരാത്തവരെ ഭീഷണിപ്പെടുത്താം. എങ്കിൽ കുടുംബയോഗം നാളെ തന്നെ നടത്താമെന്ന് മുയലുകളോട് പറ. ഞാൻ ബോർഡ് എഴുതുമ്പോഴേക്കും താൻ പോയി മുയലുകളെ ക്ഷണിച്ചു തുടങ്ങിക്കോ. സകല കാര്യങ്ങളും പറയണം. ക്ഷണിച്ചിട്ട് ഒരുത്തനും വരുന്നില്ല സൂത്ര. വരുന്നില്ലേ? താൻ എന്തു പറഞ്ഞാ ക്ഷണിച്ചത്? സകല കാര്യങ്ങളും പറഞ്ഞു. കടിയൻ ഒറ്റ ഇരിപ്പിന് 3 മുയലുകളെയാ തിന്നുക എന്നും പറഞ്ഞു. മണ്ടാ, കടിയനല്ലേ അത്? നിൽക്കട അവിടെ. നിന്റെ ഒരു കുടുംബയോഗം. എന്തു പറ്റി ചേട്ടാ? ചേട്ടന്റെ മുടി. ചെറിയ ജീവികൾ കുടുംബയോഗം നടത്തണമെന്ന് താനല്ലേ പ്രസംഗിച്ചത്? അത് കേട്ട തലയിലെ പേനുകൾ കുടുംബയോഗം നടത്തി. ചൊറിച്ചിൽ കാരണം വെട്ടേണ്ടി വന്നു. നിന്റെ ഒടുക്കത്തെ ഒരു ഐഡിയ. മുടി ഇനിയും വളരും ചേട്ടാ. വളരും. പക്ഷെ എന്റെ ഗുഹയ്ക്കടുത്ത് നിന്ന മരത്തിൽ വെച്ച കുറെ ചിതലുകളും കുടുംബയോഗം നടത്തിയടാ ദ്രോഹി. എടോ, കടുവയായാലേ അതിന്റെ ഒരു ഗൗരവം വേണം. ഞാൻ ഒടുക്കത്തെ ഗൗരവം സൂത്ര. പിന്നെ ഇന്നലെ തലയിലൊരു മാങ്ങ വീണതിനെ ഇരുന്ന് മോങ്ങുന്നത് കണ്ടല്ലോ. തനിക്കല്ല, തന്നെ കൊണ്ടു നടക്കുന്ന എനിക്കാ അതിന്റെ നാണക്കേട്. മനസ്സിലായോ? എന്തോന്ന് മനസ്സിലായി? ഇനി ഞാൻ ഭയങ്കര ഗൗരവം കാണിക്കാം. ഇത്രയും മതിയോ? ഇങ്ങനെ മഴവില്ല് പോലെ വളയണ്ട, ശ്വാസം മുട്ടും. അയ്യോ, കടിയനല്ലേ വരുന്നത്. നമസ്കാരം. എന്താടോ പതിവില്ലാത്തൊരു ഗമ? അയ്യോ, ഗമയൊന്നുമില്ല. നിനക്കല്ല, അവന്. ഇങ്ങനെ നിൽക്കാൻ സൂത്രം പറഞ്ഞു. ഓഹോ, ഇവൻ പറഞ്ഞിട്ടല്ലേ? നിന്റെ കളിയാക്കൽ കുറെ കൂടുന്നുണ്ട്. പരമദ്രോഹി. താൻ എന്നെ കൊലയ്ക്ക് കൊടുക്കുമല്ലോ സൂത്ര. ഞാൻ ഗൗരവം കുന്തം. എടോ, ഈ വക ഗുലുമാലുകളുടെ നേരെ ഗൗരവം വേണ്ട. വാ, മൂപ്പർക്ക് തന്നെ ഒന്ന് കാണണമെന്ന്. ദയവ് ചെയ്ത് ഇനിയും ഇടികൊള്ളിക്കരുത്. ഇങ്ങേരെയൊക്കെ കണ്ടാലേ നന്നായിട്ടൊന്ന് ചിരിച്ചാൽ തന്നെ പകുതി ഓക്കെയാ. ഇയാളൊക്കെ ഇടിക്കാൻ എന്തെങ്കിലും കാരണം നോക്കി ഇരിപ്പാണടോ. ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താടാ ഇത്? എടാ, എന്താണെന്ന്? ചേട്ടനെ കണ്ടാലേ ചിരിക്കണമെന്ന സൂത്രം പറഞ്ഞിട്ടാ. ഇങ്ങനെ കരയാത്ത സൂത്ര. നമ്മളൊക്കെ കുറച്ച് ഗൗരവം കാണിക്കണ്ടേ? മാനിനെ പിടിക്കാൻ പല വഴികളുണ്ട്. പിന്നാലെ ഓടുക, ചാടി വീണ് കടിക്കുക, കുരുക്കെറിയുക, കല്ലെറിഞ്ഞ് വീഴ്ത്തുക. കുരുക്കോ? അതെന്താ?
വള്ളിയുടെ അറ്റം വട്ടത്തിൽ കെട്ടിയിട്ടുണ്ടാക്കുന്ന വിദ്യയാ, കാണിക്കാം. ദാ കണ്ടോ, ആ കല്ല മാനാണെന്ന് വിചാരിച്ച് എറിയാം. ഹിഹി, കണ്ടില്ലേ, മാൻ കുരുങ്ങി. ഇതുപോലെ പ്രാക്ടീസ് ചെയ്യൂ. പ്രാക്ടീസ് ചെയ്ത പല്ല് പോയി. കുരുക്കെറിഞ്ഞാൽ പല്ല് പോകുമോ? അതല്ല, മാനാണെന്ന് വിചാരിച്ചാൽ കല്ലിൽ ചാടി വീണു കടിച്ചു. എല്ലാവർക്കും അക്ഷരങ്ങളൊക്കെ അറിയാമല്ലോ. സൂത്ര, പാ എന്ന് എഴുതി കാണിക്ക. മിടുക്കൻ. ഇനി ശരി വന്ന് എസ് എന്ന് എഴുത്. പാ മായ്ച്ചിട്ട് എഴുതിയാൽ മതി. എന്താ, അറിയില്ലേ? തെറ്റി. മായ്ച്ചിട്ട് വീണ്ടും എഴുത. പിന്നെയും തെറ്റി. ഒരു ക്ലൂ തരാം. എസ് പാമ്പിനെ പോലെ വളഞ്ഞിരിക്കും. അങ്ങനെ തന്നെ എഴുതിക്കോ.